and welcome to Vival Kayil Oru Kodi. Are you ready? Powered by Josper Dwellers. ആശിപ്പിക്കുന്ന ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ വഴികൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നാം ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. ആശിപ്പിക്കുന്ന 1 കോടി രൂപയാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. 12 ലക്ഷവുമായി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ് നമ്മുടെ പ്രീതി ആൻഡ് സീമ. ലക്ഷ്യം എന്താണ് ജീവിതത്തില്? ലക്ഷ്യം നല്ല നല്ല ലക്ഷ്യങ്ങളാണ്. മക്കളെ പഠിപ്പിക്കുക, അതാണ് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അവസാനം വെച്ചപ്പോ ഷോക്ക് അടിച്ച പോലെ ബാക്കോട്ട് പോയത്. എനിക്ക് വന്നപ്പോ തൊട്ട് തോന്നിയിരുന്നു പ്രീതി ഒരു അധ്യാപികയാണെന്ന്. അതാ നൃത്തത്തിലും എല്ലാത്തിലും ഒരു ടീച്ചറിന്റെ ഒരു സ്ട്രിക്റ്റ് ടീച്ചറാണോ? അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. ആണ്. നമുക്ക് വീണ്ടും അവരെ വെൽക്കം ചെയ്യാം. സീമ ആൻഡ് പ്രീതി സ്വാഗതം ചെയ്യാം. വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ബാക്ക് ടു യു ടു സീമ. എന്തുണ്ട് പെരുവേലെ വിശേഷവും നിങ്ങളുടെ വിശേഷവും? എല്ലാവർക്കും സുഖം. ഞങ്ങളുടെ നിലകൾ അറിയാം, എല്ലാവരും ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. 12 ലക്ഷം ഇപ്പോഴും മത്സരത്തിലുണ്ട്. ഗെയിം പൊസിഷൻ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 4ാമത്തെ ചോദ്യമാണ് അടുത്തത്. 4ാമത്തെ ചോദ്യത്തിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. 4ാമത്തെ ചോദ്യം ആയത് കാരണം ഒരു ആൻസർ ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞ ഒരു ആൻസർ ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കുന്നു. അമൗണ്ടും ചുരുങ്ങി, ഇപ്പോഴും ആൻസർ ഓപ്ഷൻസും ചുരുങ്ങിയിരിക്കുന്നു. 3 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം 2ലായിട്ട്. ഒരു ആൻസർ ഓപ്ഷൻ എന്തായാലും ഫ്രീ ആക്കി വിടണം പതിവ് പോലെ തന്നെ. മനസ്സിലായില്ലേ? Shall we play? Let's play Vival Kayil Oru Kodi. Are you ready? നാലാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആർ വർഷം, വന്യജീവി. എന്താന്ന് വെച്ചാൽ പറഞ്ഞു. വന്യജീവി അറിയോ? വന്യജീവി എടുക്കാം അല്ലേ? വന്യജീവിയാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ കടുവ, മലയണ്ണാൻ, സിംഹവാലൻ, കുരങ്ങൻ. ചോദ്യം ഇതാണ്: ഇനി പറയുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവി വർഗമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ വീണ്ടും കടുവ, മലയണ്ണാൻ, സിംഹവാലൻ, കുരങ്ങ്. സമയം ആരംഭിച്ചിരിക്കുന്നു. 50 seconds remaining. 40 seconds remaining. നേരിടുന്നില്ല. മലയണ്ണാനാണ് എനിക്ക് തോന്നുന്നത്. 30 seconds remaining. മലയണ്ണൻ വേണോ? മാറ്റണോ? വേണ്ട, പേടിയ മാറ്റണ്ട. ഇത് വിശ്വാസം. ചേച്ചി പറ. കടുവ, 20 seconds remaining. മലയണ്ണാനായിരിക്കുമോ? കൊടുക്കട്ടെ. ഓക്കെ, കടുവ, ചിന്നാർ കടുവ സങ്കേതം അല്ല. കടുവ എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം ഉണ്ട്. മലയണ്ണാനിൽ 10 ലക്ഷം. സിംഹവാലൻ, കുരങ്ങിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷനും ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഷുവർ ആണോ ആൻസർ? ഇത് വെച്ചതിൽ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണോ മലയാളത്തിൽ എത്ര വെച്ചിട്ടുള്ളത്? അതുറപ്പാണ്. ഓക്കെ, കടുവ മലയൻ അല്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് മലയണ്ണാനിൽ വെച്ചു. നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. കടുവയിൽ 2 ലക്ഷം, മലയണ്ണാൻ 10 ലക്ഷം, സിംഹവാലൻ, കുരങ്ങ് ഒന്നും ഇല്ല. ടോപ്പ് ഓർ ഡ്രോ?
നമുക്ക് തോന്നിയിരുന്ന ഉറപ്പതാ സിംഹവാല ആദ്യം തന്നെ ഡ്രോപ്പ് ആയിട്ട്. മലയണ്ണാനിൽ 10 ലക്ഷം രൂപ അത് അത്യാവശ്യമാണ് ടു പ്രൊസീഡ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? യെസ്, മലയണ്ണാനാണ് ശരിയായ ഉത്തരം. കൈകൊട്. വെരി ഗുഡ്. ആരാണ് തീരുമാനം എടുത്തത്? ഞങ്ങൾ രണ്ടുപേരും തമ്മില്. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യല്ലേ. 10 ലക്ഷം മാത്രമേ ഉള്ളൂ. നല്ലൊരു ഫിഗർ ആണത്. 10 ലക്ഷം ഇതേപോലെ 3 ക്വസ്റ്റ്യനും കൂടെ നീന്തി കിടക്കുക. ഓക്കെ, ഇംപേഷ്യന്റ് ആണോ? ഉടനെ അറിയണോ അടുത്ത ചോദ്യം എന്താണെന്ന്? വേണ്ട, നമുക്ക് സംസാരിക്കാം. ചേച്ചിയെ കുറിച്ച് ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ല. എന്താണ് അറിയേണ്ടത്? പറയൂ. എന്താ ഇനി അറിയാനുള്ളത്? പുതിയ സിനിമകൾ എന്തൊക്കെയാണ് അറിയാനെ പറ്റി? പുതിയ കൂടുതൽ ഒത്തിരി ഇഷ്ടമാണ് ചേച്ചിയെ. പാട്ടൊക്കെ ഇഷ്ടമാണ്. പേര് കേൾക്കുമ്പോ ആദ്യം തന്നെ ഓർമ്മ വരുന്ന കിഴക്ക് പൂക്കും, പിന്നെ മറ്റേ ഈ പുഴയും കുളിർക്കാറ്റും വലിയ ഇഷ്ടമാണ്. അതൊക്കെ ഇഷ്ടമാണ്. സിനിമ മയൂഖൊക്കെ കണ്ടിട്ടുണ്ട്. മയൂഖും കണ്ടു. നല്ല സിനിമയായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. എന്റെ അടുത്ത് വരാൻ പോകുന്ന ഫിലിംസ് കുറിച്ച് ചോദിച്ചില്ലേ? പറഞ്ഞോളൂ. അറിയാവോ? ഇല്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? ഇല്ല, ഒന്നും അറിയില്ല. അടുത്ത റിലീസ് ശ്യാം പ്രസാദ് സാറിന്റെ അരികെയാണ്. അതിന് റീസെന്റ് ഞാൻ നല്ലൊരു പാട്ട് പാടിക്കഴിഞ്ഞു. ഏത് പാട്ടാണ്? ഒരു മെലഡി, ഇരവിൽ വിരിയും പൂ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു മെലഡി സോങ് ആണ്. അത് സിനിമ റിലീസ് ആകുമ്പോൾ കാണണേ. ഓക്കെ, അപ്പം എന്റെ കാര്യം ഇവിടെ നടന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുള്ള ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ലഗാൻ, ഓപ്ഷൻ ബി 3 Idiots, ഓപ്ഷൻ സി കമ്പനി ആൻഡ് ഓപ്ഷൻ ഡി ദേവദാസ്. ചോദ്യത്തിന് ഇനിയും സമയമായിട്ടില്ല. വെയിറ്റ് ചെയ്തിരിക്കൂ. പൊസിഷൻ നോക്കാം. 10 ലക്ഷം കയ്യിലുണ്ട്. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 4ാമത്തെ ചോദ്യത്തിൽ 2 ലക്ഷം നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും 10 ലക്ഷവുമായി 5ാമത്തെ ചോദ്യത്തിലേക്ക് കാറ്റഗറീസ് നോക്കാം. ചരിത്രം, സമ്മാനം. സമ്മാനം എടുക്കാം. ചരിത്രം ഭയങ്കര ടഫാണ്, ഒത്തിരി ഉണ്ട്. സമ്മാനം എടുക്കാം. സമ്മാനം ആയിക്കോട്ടെ. സമ്മാനം ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ 1 ലക്ഷം, 10,000, 50,000. ചോദ്യം എന്താ നോക്കാം. കേരള ഭാഗ്യക്കുറിയുടെ ആദ്യ നറുക്കെടുപ്പിലെ 1ാം സമ്മാന തുക എത്രയായിരുന്നു? ആൻസർ ഓപ്ഷൻസ് ഇതാണ്. 1 ലക്ഷം, 10,000, 50,000. സമയം ആരംഭിച്ചിരിക്കുന്നു. ഒരു പിടുത്തം കിട്ടുന്നില്ല. ആദ്യ സമ്മാന തുക ചെറിയ എമൗണ്ട് ആയിരിക്കില്ലേ? 10,000, 1 ലക്ഷം വെക്കാം. 50 seconds എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? 40 seconds left. ഉറപ്പായിരിക്കില്ലല്ലേ? എനിക്കൊരു ഉറപ്പില്ല. അതും ചെറിയ എമൗണ്ട് ആയിരിക്കില്ല. ആയിരിക്കാം. ആൾക്കാരെ ആകർഷിക്കാനായിട്ട് 50,000 വരെ ചാൻസ് ഇല്ല. 30 സെക്കൻഡ് ബാക്കി. 10,000, 1 ലക്ഷം വെക്കാം. ദൈവം രക്ഷിക്കട്ടെ. 10,000 ആയിരിക്കും. നോക്കാം നമുക്ക്. 20 seconds left. 50,000 ആയിരിക്കില്ല. 50,000 ആകാൻ വഴിയില്ല. 50,000 ഇനിയും സമയം ബാക്കിയുണ്ട്. 10,000 വഴി നോക്കാം. ഒരു ലക്ഷം എന്ന ആൻസർ ഓപ്ഷനിൽ 4 ലക്ഷമുണ്ട്. 10,000-ൽ 6 ലക്ഷമുണ്ട്. 50,000-ൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഈ 10,000-ലും 1 ലക്ഷത്തിലും വെക്കാൻ കാരണം 50,000 ഒരു മീഡിയം സൈസ് സംഖ്യയാണ്. അതുകൊണ്ട് 50,000 ആവാൻ വഴിയില്ല. 10,000 കാരണം ആദ്യത്തേതല്ലേ, അപ്പൊ 10,000 ആയിരിക്കാം. അല്ലെങ്കിൽ 1 ലക്ഷം എന്നൊരു വിശ്വാസം. 50,000 വെക്കാൻ എന്തോ നിങ്ങളുടെ ലോജിക് അങ്ങനെയാണ്. നിങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. 1 ലക്ഷത്തിൽ 4 ലക്ഷം, 10,000-ൽ 6 ലക്ഷം, 50,000-ൽ ഒന്നും വെച്ചിട്ടില്ല. ടോപ്പ് ഓർ
drop. ₹6,00,000 നിങ്ങളുടെ ഏറ്റവും വലിയ തുക പോയിരിക്കുന്നു. ഡ്രോപ്പ്. ഒന്നുകിൽ നിങ്ങൾ 4,00,000മായി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ 50,000 ശരിയായ ഉത്തരമാണെങ്കിൽ I'm sorry Seema and Preeti, I'll be very very sad for both of you. ഓക്കെ നോക്കാം. Okay, നോക്കാം. Please stay closer. മുന്നോട്ട് വരൂ. Top or drop? എന്താ പറ്റിയത്? അയ്യോ, എന്താ പറ്റിയ സീമ? പോയല്ലോ. ആ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. 50,000 ആണ് ശരിയായ ഉത്തരം. ഡോണ്ട് ബി അപ്സെറ്റ്. ഓക്കെ ഓക്കെ. എന്താ പറയാൻ വന്നു വീട്ടിൽ പോയിട്ട്? നീ ഒന്നും പറയാനില്ല. ബാഡ് ലക്ക്. ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു അവസരത്തിന് വാതിൽ തുറക്കുന്നതായിരിക്കും. ഓക്കെ. കേരള ഭാഗ്യക്കുറി തുടങ്ങിയത് 1968 ആദ്യത്തെ ടിക്കറ്റ് വിൽപ്പന റേറ്റ് എത്രയായിരുന്നു അറിയോ? ₹1. ₹1 നോട്ട് കൊടുത്താൽ 1,00,000 50,000 രൂപയായിരുന്നു ഒന്നാം സമ്മാനം. വെറും കൈയോടെയല്ല നമ്മൾ നിങ്ങളെ തിരിച്ച് അയക്കുന്നത്. എന്തായാലും സമ്മാനമുണ്ട്. വിവലിന്റെ വക ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. സീമ ഒന്ന് ചിരിക്കൂ. സങ്കടായിപ്പോയി, ശരിക്കും സങ്കടായിപ്പോയി. അത് മാത്രമല്ല, സമ്മാനങ്ങൾ ഇനിയും ഉണ്ട്. ജോസ്കോ ജുവലേഴ്സിന്റെ വക 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ ആൻഡ് ഫ്രാൻസിസ് ആലൂക്കാസിന്റെ 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. ശരിക്കൂ. അല്ല, എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലേ? എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്നറിയോ? കുഴപ്പമില്ല. ദിസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. ഓക്കെ, ഗിവ് മീ എ ബിഗ് ഹഗ്. ഗിവ് മീ എ ഹഗ്. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, ഡോണ്ട് വറി. ബോത്ത് ഓഫ് യു യു ഓൾ പ്ലേഡ് വെരി വെൽ. പക്ഷേ ലൈഫ് ഇസ് ലൈക്ക് ദിസ്. ജീവിതത്തിൽ ഒരുപാട് നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അത് വരുന്നത്. എൻ്റെ ലൈഫ് തന്നെ വലിയൊരു എക്സാമ്പിളാണ്. I've always wished for something to happen. പക്ഷെ എപ്പോഴും വേറെ രീതിയിലാണ് എവിടെയോ ദൈവം കടാക്ഷിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല എനിക്ക് ഭാഗ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാണ്. എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികളിലൂടെ ആവാം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us, സീമ ആൻഡ് പ്രീതി. ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുക. Give me a big shake hand. Thank you and thank you. Our friend. നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് ആരാണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം 1 കോടി രൂപ വെച്ചിട്ടാണ് അവര് മത്സരിക്കാൻ പോകുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം we will return on Vivel. കയ്യിൽ 1 കോടി. Are you ready?
to Vival കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewelers. വീണ്ടും ഇതാ എന്റെ മുൻപിൽ 1 കോടി രൂപ ഇരിക്കുന്നു. My God, 1 കോടി രൂപ. It gives me so much of energy. നമുക്ക് നോക്കാം ഈ 1 കോടി രൂപ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ ആരാണ് അടുത്ത മത്സരാർത്ഥികളായി വരുന്നതെന്ന്. അനിഷേദ്യ and Frenzy from Adimali. Let's welcome them. Welcome and welcome. അനിഷേദ്യ, ഫ്രൻസി, എങ്ങനെ കിട്ടി ഇത്രയും വേറിട്ട പേരുകൾ? സിസ്റ്റേഴ്സ് അല്ലേ? കാണാൻ നല്ല സാമ്യതയുണ്ട് കേട്ടോ. എങ്ങനെ പേരിൽ മാത്രം ഒട്ടും സാമ്യത ഇല്ലാത്ത ഒരു അച്ഛൻ സെലക്ട് ചെയ്ത പേര്. അച്ഛൻ സെലക്ട് ചെയ്ത പേര്. എങ്ങനെ അച്ഛൻ ഇങ്ങനെ 2 പേര്? ഒരുപാട് വായിക്കുമായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് കിട്ടിയ പേരുകളാ. 2 പേരും ഹിന്ദുസ് അല്ലേ? അതെ അതെ. പക്ഷെ ഫ്രൻസി ഒരു ഹിന്ദു പേരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. വെരി നൈസ്. കോമൺ ഡ്രീം എന്താണ് നിങ്ങളുടെ? 7 ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. 7 ക്വസ്റ്റിനും ആൻസർ ചെയ്യണം. എത്ര തുകയാണെങ്കിലും കുഴപ്പമില്ല. 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? 1 കോടി കിട്ടിയാല് നിങ്ങളെ കോടി സ്വപ്നം എന്താണ്? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, വലിയൊരു സ്വപ്നം. നിങ്ങൾ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് പറയും? വലിയ സ്വപ്നം അങ്ങനെ വലിയൊരു എമൗണ്ട് സ്വപ്നം കണ്ടോട്ടല്ല വന്നിരിക്കുന്നത് അല്ലേ? അല്ല, വലിയൊരു സ്വപ്നമില്ല. വലിയൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാക്സിമം 7 ക്വസ്റ്റിനും ആൻസർ ചെയ്യും. 7 ക്വസ്റ്റിനും ആൻസർ ചെയ്യും. ഒരു അഭിമാന പ്രശ്നമാണല്ലേ അത്? എന്നാൽ എന്റെ ഒരു ചോദ്യം ആൻസർ ചെയ്തേ പറ്റൂ. ഫ്രൻസി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജലസി എന്നാണ്. എന്താ? ജലസി. ജലസി, അസൂയ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു? നമ്മൾ വളർന്നു വന്നപ്പോഴാണ് ഞങ്ങൾ അതിന്റെ അർത്ഥം ചോദിക്കുന്നതല്ലേ? ആൻഡ് അത്രയും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള വേറൊരു പേര് അനിഷേദ്യ. എങ്ങനെ വന്നു ആ പേര്? എന്താണ് അർത്ഥം?